സത്യം പറഞ്ഞു, ഈ ഇഫ ചിക്കനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? ഞാൻ ഈ ഇഫ ചിക്കൻ കഴിക്കാതെ എന്തുകൊണ്ടാ വെച്ചാല് കുറെ ആൾക്കാരൊന്ന് വീഡിയോ കിട്ടും നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഈ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിപ്പോ സത്യസന്ധമായിട്ട് പറയണല്ലോ. എന്തായാലും കഴിക്കണോ. പച്ച വെളിച്ചെണ്ണന്റെ മണാട്ടോടെ. എന്നാൽ ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ കാരണം കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ച് എനിക്ക് ഓക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുക്കുന്നത്. കോഴിക്കോട് മൊഗതാർ ബീച്ചിലെ പേര് കേട്ട ഇഫ ചിക്കൻ സ്ട്രീറ്റ് 27 കഴിച്ചിട്ട് എന്റെ അഭിപ്രായം പറയാട്ടോ. അവസാന ക്രീമും പാടെ തേച്ച് കഴിഞ്ഞാ വരെ സ്പെഷ്യൽ ക്രീമും പാടെ തേച്ചിട്ട് നേരെ കണ്ട് കഴിക്കാൻ തുടങ്ങാട്ടോ. അതാണ് നമ്മളെ പരിപാടി കേട്ടോ. ആദ്യം സാലഡ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ കഴിക്കേണ്ട സാധനം ഇവിടുത്തെ മന്തി റൈസിൽ ഒരു ഇഫ അറേഞ്ച് ഉണ്ട്, അതങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. ആ ചിക്കനും ആ ക്രീമൊക്കെ പാടെ പിടിക്കാൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ 2 പ്രാവശ്യം കഴിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മന്തി റൈസ് അൺലിമിറ്റഡ്, അതുകൂടെ തന്നെ ഈ ഒരു ക്രീമി ചിക്കൻ മസ്റ്റ് ട്രൈ ആട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും കഴിക്കണോ. മന്തി റൈസ് വേണ്ടാത്തവർക്ക് വേറെ ഐറ്റം കൂടി വേണ്ട, പറഞ്ഞുതരാം. ഇഫ ചിക്കനോട് റൈസ് മന്തി റൈസ് ഒടുക്കത്തെ കോമ്പിനേഷനാ. സൂപ്പർ. ഇതാണ് ആ സാധനം, നെയ്ച്ചോർ ഇഫ പ്രോൺസ് ഇട്ടോ. നെയ്ച്ചോറിന്റെ ഉള്ളിൽ ആ ക്രീമി ഇഫന്റെ പ്രോൺസ്, ചെമ്മീൻ മസ്റ്റ് ട്രൈ. ഈ റൈസിൽ ചെമ്മീൻ, ഇഫ ചെമ്മീൻ നല്ല കോമ്പിനേഷൻ, ഫ്ലേവർ അടിപൊളി കേട്ടോ. ഇതിന്റെ കൂടെ ഒരു സാലഡ് കൊടുക്കുന്നത് അത് വല്ലാതെ അങ്ങോട്ട് പറ്റിയില്ല, അത് വേണ്ടിയില്ല. സാലിൻ്റെ ആവശ്യമില്ല കേട്ടോ, സാലിന് വേസ്റ്റാണ്, ആവശ്യമില്ല. ഈ ചെമ്മീനും ഈ ഗീ റൈസും കൂടെ കൂട്ടി കഴിച്ചാൽ മതി, സാലിന് വേണ്ട. സ്ട്രീറ്റ് 27 ചിക്കൻ മാത്രമല്ല പ്രോൺസ് എനിക്ക് ഒന്നാമത് ഇഷ്ടപ്പെട്ടു. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും കഴിക്കണം കേട്ടോ. ആ മസാലയും പൊറാട്ടൻ്റെ കൂടെ കിടക്കുമ്പോണ്ടല്ലോ ഫ്ലേവർ. ഇനി ഇഫ ചിക്കനിലെ ക്രീം വേണ്ടാത്ത ആളുകൾക്ക് നോർമൽ തവയാണ് കേട്ടോ. അതിൻ്റെ ആൾക്കാർക്ക് ക്രീമിന്റെ എതിർ പാർട്ടിക്കാരുണ്ടാവും, ഇഫന്റെ എതിർ പാർട്ടിക്കാർ ഓൾക്ക് പറ്റിയവരുണ്ട് കേട്ടോ. അതായത് നാടൻ മസാലയിൽ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യണ തവ. ഇതിന്റെ ഒപ്പം ഒരു മൈൽഡ് സ്വീറ്റ് ഡിപ്പ് ഉണ്ട്, അത് കൊള്ളാം. പേരറിയാത്തൊരു മൊയ്റ്റോ കുടിച്ചിട്ടോ, സംഭവം തിരക്കടില്ല. ഇഫ ചിക്കൻ നിങ്ങൾക്ക് പൊറോട്ടൻ്റെ കൂടെ വേണമെങ്കിൽ അതും പിടിക്കുക. ക്രീം എല്ലാത്തിൻ്റെ കൂടെ വരുമ്പോണ്ടല്ലോ അത് പ്രത്യേക ടേസ്റ്റ് ഒക്കെ പോകുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഫലക്ക് ജ്യൂസിൻ്റെ ഗൾഫിലൊക്കെ കാണുന്ന ഫലക്ക് കഫ്റ്റിരിത്തെ അത് കൊള്ളായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് 27 പോയൊക്കെ നഷ്ടമല്ല കേട്ടോ, അത് ഞാൻ അപ്പൊ കഴിച്ചു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ക്രീമി റൈസ് ഒക്കെ പാടെ മിക്സ് ചെയ്ത് കഴിക്കുക, അടിപൊളിയായിട്ട്. ഇഫ ചിക്കൻ ക്രീം പറ്റാത്ത ആളുകൾക്ക് തവയും കഴിക്കാം കേട്ടോ. അപ്പോൾ സ്ട്രീറ്റ് 27 നമ്മളെ കോഴിക്കോട് മൊഗതാർ ബീച്ചിലും ഉണ്ട്, അതുപോലെ പന്നിയാങ്കര ഉണ്ട് കേട്ടോ, വാഗൺ മാർട്ടിൻ്റെ അടുത്തായിട്ടും ഉണ്ട്. ഓക്കെ.